ഇന്ന് പാലിന് വില കൂടിയല്ലേ? അതെ, ഇന്ന് 1 രൂപ കൂടി. എന്നാ എനിക്ക് 1 ലിറ്റർ പാല് തരുമോ? ഇന്ന് നിനക്ക് പാല് കുറച്ചേ ഉള്ളൂ. എന്തെന്നാ ഇന്ന് പാലിന് 1 രൂപ കൂടി. കുഞ്ഞുങ്ങളെ നല്ലതുപോലെ സംരക്ഷിക്കണേ. സമയം ഒരുപാടായി. ഇനി കാപ്പിയും കറികളും ഉണ്ടാക്കട്ടെ. ഇന്നിവിടെ കാപ്പിക്ക് ചപ്പാത്തിയും കിഴങ്ങ് കറിയുമാണ്. നിങ്ങൾക്കോ? അയ്യോ, സമയം ഒരുപാടായി. മീൻകാരനെ കാണുന്നില്ല. എന്നാൽ പൈക്കിടാങ്ങൾക്ക് വെള്ളങ്ങൾ കൊടുത്തിട്ട് വരാം. അപ്പം മീൻകാരൻ വരുമായിരിക്കും. അയ്യോ, നേരം താമസിച്ചു പോയോ? നിങ്ങൾക്ക് ഞാൻ കാടി തരാം. അതോ മീൻകാരൻ വന്നു. ഞാൻ പോയി മീൻ വാങ്ങിയിട്ട് വരട്ടെ. എന്താ ഇന്ന് ഇത്ര താമസിച്ചത്? ഇന്ന് അല്പം വൈകി ഇന്ന് പോയി. എന്തൊക്കെ മീനുണ്ട്? ഇന്ന് ചാളയും മത്തിയുണ്ട്. ഇന്ന് വളരെ കുറവാണല്ലേ മീൻ? അതെ, ഇന്ന് വളരെ കുറവ്. എങ്കിൽ ശരി, ഞാൻ പോയി പാത്രം എടുത്തുകൊണ്ട് വരട്ടെ. ഇന്ന് മീൻ വളരെ കുറവാണ്. നീ ഒരു മീൻ കഴിച്ചാൽ മതി. ബാക്കി മീൻ കറി വെച്ച് നമുക്ക് ചോറ് കഴിക്കാം. അയ്യോ, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ നേരമായി. അവരെ എണീറ്റോ ആവോ എന്തോ അറിയില്ല. പോയി നോക്കട്ടെ. വേഗം ആകട്ടെ, പെട്ടെന്ന് റെഡിയായി ഡൈനിങ് ടേബിളിന്റെ അരികിലെത്തൂ. ഞാൻ കാപ്പി എടുത്തു വെക്കാം. വേഗം ആകട്ടെ മക്കളെ, നിങ്ങൾ വേഗം വരൂ. സ്കൂളിൽ പോകാൻ ടൈമായി. അമ്മേ, ഇന്നെന്താണ് കാപ്പിക്ക്? ഇന്ന് കാപ്പിക്ക് ചപ്പാത്തിയും കിഴങ്ങ് കറിയുമാണ്. എന്നാ മക്കളെ, നിങ്ങൾ കാപ്പി കുടിക്കൂ. ഞാൻ അപ്പൂന് പാല് കൊടുത്തിട്ട് വരട്ടെ. അമ്മേ, നമ്മൾ കാപ്പി കുടിച്ചു. ഇനി നമ്മൾ കുറച്ചു നേരം അപ്പൂനോട് കളിച്ചോട്ടെ? ശരി, കുറച്ചു നേരം കളിച്ചോളൂ. കുഞ്ഞുങ്ങളെ, കളിച്ചത് മതി. വേഗം പോയി യൂണിഫോം ഇട്ട് ബാഗ് എടുത്ത് പെട്ടെന്ന് വരൂ. സ്കൂൾ വണ്ടി വരാൻ സമയമായി. ഞാനിതാ ലഞ്ച് ബോക്സും വെള്ളവും എടുത്ത് ടേബിളിന്റെ പുറത്ത് വെക്കുന്നു. പെട്ടെന്ന് വാ. ഇനി അല്പം ഒന്ന് വിശ്രമിക്കട്ടെ. ഇനി പൈക്കളെ അഴിച്ച് പാടത്തിൽ കെട്ടിയിട്ട് വരാം. ഇന്ന് നേരം താമസിച്ചു പോയല്ലേ? എന്നോട് ക്ഷമിക്കൂ. ഞാൻ പോട്ടെ. കിച്ചണിൽ അല്പം ജോലിയുണ്ട്. ഇന്നത്തേക്കുള്ള ഉച്ചഭക്ഷണങ്ങളെല്ലാം റെഡിയായി. സമയം രാവിലെ 8:30 ജോലിക്ക് പോകാൻ സമയമായി. എന്നാൽ പോയി ജോലിക്ക് പോകാൻ റെഡിയായി വരട്ടെ. ഇനി കാപ്പി കുടിക്കട്ടെ. ഞാൻ പോയി വരട്ടെ. 12 മണിക്ക് ശേഷം നമുക്ക് കാണാം. ജോലിക്ക് പോയി വരട്ടെ. നീ അണ്ണാനായ അപ്പൂവിനെ നല്ലതുപോലെ നോക്കണേ. നീ വരൂ, നമുക്ക് അവൻ്റെ അരികിലേക്ക് പോയിട്ട് വരാം. അപ്പൂ, നീ സുഖമായിരിക്കൂ. ഞാൻ പോയി വരുമ്പോൾ നിനക്ക് പച്ചമുന്തിരി വാങ്ങിക്കൊണ്ട് വരാമേ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കൂ. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരട്ടെ. ജോലിക്ക് പോകാൻ സമയമായോ? അതേ സമയം, ഒരുപാട് വൈകി. റേഷനെല്ലാം ഉണ്ടോ? റേഷനൊന്നും വന്നില്ല. റേഷൻ വരാൻ ഇനിയും വൈകുവോ? ഇല്ല, 15-ാം തീയതിക്കുള്ളിൽ വരും. മോളെ, സുഖം തന്നെയല്ലേ? അമ്മച്ചി സുഖം തന്നെ. അമ്മച്ചി എവിടെ പോന്നു? ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വരുന്നതാ. അമ്മച്ചിക്ക് എന്തു പറ്റി? എനിക്ക് BP കുറഞ്ഞതാ, അത് നോക്കാൻ പോയതാ. ശരി, ഇപ്പൊ BP ഒക്കെ എങ്ങനെ? കുറവുണ്ടോ? അതേ മോളെ, ഇപ്പൊ കുഴപ്പമില്ല. മോൾക്ക് പോവാൻ സമയം വൈകി. അതെ അമ്മച്ചി, ഇന്നും നേരം വൈകി. ഹലോ, ഞാനിതാ വരുന്നു. റേഷൻ വന്നോ? റേഷൻ വന്നില്ല. എന്ന് വരും? 15-ാം തീയതിക്കുള്ളിൽ വരും. എന്നാ ശരി, നമ്മളപ്പം വരാം. റേഷൻ വന്നോ? റേഷൻ വന്നില്ല. എന്ന് റേഷൻ വരും? 15-ാം തീയതിക്കുള്ളിൽ വരും. ഇപ്പം എന്തൊക്കെയുണ്ട്? വരവരി മാത്രമേ ഉള്ളൂ. എങ്കിൽ ശരി, നമ്മൾ 15-ാം തീയതി കഴിഞ്ഞ് വരാം. പോകട്ടെ. മോളെവിടെ പോകുന്നു? കടയിലിരുന്ന് മടുത്തു, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. മോൾക്ക് എന്തെങ്കിലും വേണോ? ഇപ്പോൾ ഒന്നും വേണ്ട, ഓണം അടുത്ത് വരികയല്ലേ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയോ? കുഞ്ഞുങ്ങൾ സ്കൂളിൽ. റേഷൻ കടയിൽ ഇന്ന് ആള് കുറവാണല്ലേ? അത് ഇന്ന് ആളുകൾ കുറവാണ്. കടയിൽ സാധനങ്ങളൊന്നും വന്നില്ല. വരുമ്പോൾ ആളുകൾ കൂടുതലായിരിക്കും. നിന്ന് തിരിയാൻ സമയം കിട്ടില്ലല്ലോ അപ്പോൾ. ചേച്ചി, റേഷൻ വന്നോ? റേഷൻ വന്നില്ല. കുട്ടികൾ സ്കൂളിൽ പോയില്ലേ? കുട്ടികൾ സ്കൂളിൽ പോയി. കാപ്പിയൊക്കെ കുടിച്ചോ? കാപ്പി കുടിച്ചു. ഞാനെന്നാ പോട്ടെ കടയിലേക്ക്. മണി 12 കട പൂട്ടാൻ സമയമായി. കട പൂട്ടിയോ? അതെ, സമയം 12 എന്നാ ഞാൻ പോട്ടെ. എനിക്ക് 1/2 കിലോ പച്ചമുന്തിരി വേണം. ശരി, തരാലോ. ഹലോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം.
ഞാൻ വൈകിപ്പോയോ? വൈകിയില്ല. നീ എന്തേ നേരത്തെ വിളിക്കാത്തത്? ഒരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതി. എങ്കിൽ ശരി, നമുക്ക് വീട്ടിലേക്ക് പോവാം. നമ്മുടെ അപ്പു എവിടെ? അവൻ ചക്കിപ്പൂച്ചയുമായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കാണും. എന്നാ ഞാൻ പോയി നോക്കട്ടെ. എന്നാ ശരി. ആശയ, വരൂ, നമുക്ക് ചായ കുടിക്കാം. നീ ഇരിക്കൂ, ഞാനിപ്പോൾ വരാം. വാ, നമുക്ക് പാടത്ത് പോയി പൈക്കിളിനെ നോക്കിയിട്ട് വരാം. ശരി, നമുക്ക് പോയിട്ട് വരാം. നിന്റെ ഹസ്ബൻഡ് എന്ന് വരും? 2 ആഴ്ച കഴിഞ്ഞേ വരുള്ളൂ. എനിക്ക് പോകാൻ സമയമാവുന്നു. കുട്ടികൾ വരുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തിച്ചേരണം. എങ്കിൽ ശരി, നീ പൊയ്ക്കോളൂ. ഒന്ന് ഫ്രഷായി വരട്ടെ. അന്നു കണ്ടതെല്ലാം ഇന്നുമുണ്ടു കണ്ണിൽ, അന്നു കേട്ടതെല്ലാം ഇന്നുമുണ്ടു കാതിൽ, മറക്കുവതെങ്ങിനെ ആ മലർ വസന്തം, മറക്കുവതെങ്ങിനെ ആ മലർ വസന്തം. അന്നെന്റെ മാനസജാലകവാതിലിൽ, അന്നെന്റെ മാനസജാലകവാതിലിൽ മുട്ടി വിളിച്ചൊരു പെൺമുഖമിന്നും ഓർക്കുന്നു. എന്തൊരു സ്വപ്നമാ ഞാൻ കണ്ടത്. അയ്യോ, സമയം വൈകിയോ എന്തോ. കറവക്കാരൻ വന്നോന്ന് നോക്കട്ടെ. ഇന്ന് കൊണ്ടുപോകണം. 2-3 പേർക്ക് പാല് കൊടുക്കാനുണ്ട്. അവർക്ക് എടുത്ത ശേഷം ബാക്കി പാല് സൊസൈറ്റി കൊണ്ടുപോയാൽ മതി. കുമാര, എന്തേ രാവിലെ പാല് കൊണ്ടുവരാഞ്ഞത്? രാവിലെ പശുവിനെ കറക്കാൻ പോയപ്പോൾ പശുക്കിടാവും പാലെല്ലാം കുടിച്ചിരുന്നു. അതുകൊണ്ട് പാല് കിട്ടിയില്ല. എന്നാ ശരി, വൈകുന്നേരം കവലയെ കാണില്ലേ? അതെ, കവലയെ വരും. അപ്പോൾ നമുക്ക് കാണാം. ചക്കി, ഓടി വരൂ, നമുക്ക് ചോറ് കഴിക്കാം. ഓടി വരൂ. കുട്ടികൾ വരാൻ നേരെയായല്ലോ. അവർക്ക് ചായ ഇട്ട് വയ്ക്കട്ടെ. ആ, നിങ്ങൾ വന്നോ? അമ്മേ, ചായ തരുമോ? നിങ്ങൾ പോയി ഫ്രഷായി വരൂ. മക്കളെ, ഞാൻ കോഴിക്ക് തീറ്റ കൊടുത്തിട്ട് വരട്ടെ. അമ്മേ, നമ്മളും കൂടി വരട്ടെ. മക്കളെ, അതങ്ങൾ തീറ്റ തിന്നട്ടെ. അതങ്ങളെ വിരട്ടി ഓട്ടിക്കാതെ. നിനക്ക് പാല് വേണോ? എങ്കിൽ വരും, ഞാൻ തരാം.